അദ്ദേഹത്തിനെ എനിക്ക് കാണുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ സ്നേഹപൂർണമായ പെരുമാറ്റവും അദ്ദേഹം നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും വളരെ ഇന്റലിജന്റായ രീതിയിൽ അതിന് മറുപടി പറയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ഈ വിദേശ പര്യടനത്തിനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പം ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് അഗാധമായ ഒരു അറിവ് ഈ ലോകകാര്യങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ വേർപാട് വാസ്തവത്തിൽ വളരെ ഇന്ത്യക്ക് എന്നും ഒരു നഷ്ടം ആയിരിക്കും, ഒരു തീരാനഷ്ടം എന്ന് പറയാം അതിനെക്കുറിച്ച്. യെസ്, അതുപോലെ തന്നെ ശ്രീ PDT ആചാരി, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നതിലുപരി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സാമ്പത്തിക വിദഗ്ധൻ എന്നീ നിലയിലായിരുന്നു അദ്ദേഹം ഏറെ പ്രശസ്തി ആർജിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ സാമ്പത്തിക മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ അറിവും പാഠവും ഒക്കെ അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോഴും പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചു കാണും അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥയെ നേരായ മാർഗത്തിലൂടെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉദാഹരണത്തിന് 2008 ഒരു ലോകമാന്ദ്യം ഉണ്ടായപ്പോൾ വാസം പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു വിധമായ കോട്ടവും തട്ടാതെ ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുമ്പോട്ട് നയിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അഗാധമായ അറിവിന്റെ കാരണമാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. യെസ്, നന്ദി ശ്രീ PDT ആചാരി ഈ ഒരു നിമിഷം അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.